നമുക്കിന്നൊരു ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ? ആദ്യം ഒരു ചെറിയ ചക്ക നോക്കി നമ്മൾ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു ചോപ്രയിലാണ് ഇത് അരിഞ്ഞെടുത്തത്. അല്ലെങ്കിൽ നമ്മളൊരു പാനിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഈ ചക്ക ചെറുതാക്കി അതിൽ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഇടിയനെ വെച്ച് നമ്മൾ ഇടിച്ചെടുത്താലും മതിയാകും. അതിനുശേഷം നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ആദ്യം തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവയെല്ലാം കൂടെ നന്നായിട്ട് ചായച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയിലേക്ക് ഇത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്ത് കടുകും അരിയും നമ്മൾ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വത്തൻമുളകും കറിവേപ്പിലയിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും ചക്കയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇടിഞ്ചക്കത്തോരൻ റെഡിയാകും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക് യു.